നമസ്കാരം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ രാജ്യസഭാ സീറ്റിനായി വലിയ കരുനീക്കങ്ങൾ നടക്കുന്നു. താക്കോൽ സാനിയൻ രാജ്യസഭാ സീറ്റും കൊണ്ടേ പോകുമെന്ന വാശിയിലാണ്. താക്കോൽ സാനിയന് രാജ്യസഭാ സീറ്റ് നൽകിയാൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറായി ഒരു കൂട്ടം നേതാക്കന്മാരും രംഗത്തുണ്ട്. കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ജോസ് കെ മാണി പാലായിൽ നിന്നും ജയിച്ചു കഴിയുമ്പോൾ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് അത് എങ്ങനെയും അടിച്ചു മാറ്റാനുള്ള വ്യഗ്രതയിലാണ്, തീവ്ര ശ്രമത്തിലാണ് താക്കോൽ സാനിയനായ നേതാവ്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വമെടുത്ത് അവിടുത്തെ മുഴുവൻ അടുക്കളകളിലും കയറി ഇറങ്ങി അവസാനത്തെ ചട്ടിയും നക്കി തുടച്ചിട്ടാണ് വീണ്ടും മാണി ഗ്രൂപ്പിലെത്തിയത്. അവിടങ്ങളിലെ ചട്ടിയിലെ രുചി നാവിൻ തുമ്പത്ത് വച്ചുകൊണ്ടാണ് ഇവിടുത്തെ ചട്ടി നക്കി തുടങ്ങിയത്. അങ്ങനെയാണ് പാർട്ടി ചെയർമാൻ കഴിഞ്ഞാൽ രണ്ടാമൻ ഞാനാണെന്ന അഹംഭാവം മനസ്സിൽ വെച്ച് രാജ്യസഭ നേടുമെന്ന് പ്രഖ്യാപിച്ചു നടക്കുന്നത്. രാജ്യസഭാ സീറ്റ് തനിക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത്. ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത് ഇവൻ ഒരുത്തന്റെ കഴിവുകൊണ്ടാണെന്ന് ജോസിനെയും മറ്റു പാർട്ടിക്കാരെയും വിശ്വസിപ്പിക്കാനുള്ള നെട്ടോട്ടം ഓടുകയാണ് ഇയാൾ. എന്നാൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇയാൾക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്താൽ ഇനി ഈ പാർട്ടി തുടരേണ്ടെന്ന കാഴ്ചപ്പാടിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ആവുന്നത് 58 പയറ്റി നോക്കിയെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജോസ് കെ മാണി ഇയാൾക്ക് സീറ്റ് നിഷേധിച്ചു. സീറ്റ് കൊടുത്തില്ല. കടുത്തുരുത്തിയിലെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പണിയെടുക്കാതെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിന്നു. 12 സ്ഥാനാർത്ഥികളിൽ, മാണി ഗ്രൂപ്പിനുണ്ടായിരുന്ന 12 സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇയാളുടെ സഹായം തേടി വിളിച്ചില്ല. പാർട്ടിയുടെ താക്കോൽ സാനിയനാണ്. എന്തൊരു ഗതികേടാ! അത്രയ്ക്ക് ഇഷ്ടമാണ് ഇയാളെ പാർട്ടിക്കാർക്ക്. കടുത്തുരുത്തിയിൽ ഇറങ്ങി നിർമ്മല ജിമ്മിക്ക് വേണ്ടി വോട്ട് ചോദിക്കാതിരുന്നതാണ് യഥാർത്ഥത്തിൽ ഇയാൾ പാർട്ടിക്ക് ചെയ്ത ഏറ്റവും വലിയ സഹായം. അയാൾ ഇറങ്ങിയിരുന്നെങ്കിൽ രാവിലെ 8 മണിക്ക് തന്നെ പൊട്ടുമായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി പ്രതിനിധിയായി ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് പോയിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു. ന്യായമായും പാർട്ടിക്ക് കിട്ടേണ്ട സ്ഥാനങ്ങളൊന്നും ചോദിച്ചു വാങ്ങാതെ, അവർ തന്നത് വാങ്ങി മിണ്ടാതെ AKG സെന്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുന്നണി മര്യാദ കാണിച്ച മാന്യനാണ് ഇയാൾ. കേരളത്തിൽ 100-ൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും 50ഓളം അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. ഇതിനെല്ലാം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമുണ്ട്. മുന്നണിയിലെ 3ാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം കൂടി എത്ര ഡയറക്ടർമാർ പാർട്ടിക്ക് കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ഡയറക്ടർ ബോർഡ് മെമ്പർ സ്ഥാനമെങ്കിലും കിട്ടിയനെ ഓരോ സ്ഥാപനത്തിലെയും. പാർട്ടിയിലെ 150ഓളം പേർക്ക് ഒരു അംഗീകാരമായനെ അത് നശിപ്പിച്ചത് ഇവനും കൂട്ടരുമാണ്. എന്നാൽ അവനവന് വേണ്ട സ്ഥാനം ചോദിച്ചു വാങ്ങി. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ആർക്കും ഒന്നും മേടിക്കേണ്ടെന്നുള്ളതായിരുന്നു ഇയാളുടെ കാഴ്ചപ്പാട്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്നാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ഇയാളെ ഏൽപ്പിച്ച താക്കോൽ തിരിച്ചു വാങ്ങണമെന്നും ഓഫീസ് ചാർജ് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണമെന്നുമാണ് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 3ാം മന്ത്രിസഭ വരികയാണെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതിന് ശേഷം മാത്രം പിന്തുണ നൽകി കൂടെ നിന്നാൽ മതിയെന്നാണ് മുതിർന്ന നേതാക്കൾ വരെ പരസ്പരം പങ്കുവയ്ക്കുന്നത്. 2021 ഒരു MLA ഉള്ള പാർട്ടിക്ക് 2.5 വർഷം മന്ത്രിസ്ഥാനം കിട്ടി. 5 MLA ഉള്ള പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം 5 വർഷം കൊടുത്തപ്പോൾ എല്ലാം തുല്യമായി എന്ന് അംഗീകരിച്ചു പോന്ന ഇയാളെ മേലിൽ ചർച്ചയ്ക്ക് അയക്കരുതെന്നാണ് ഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകർ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 2 മന്ത്രിമാർക്ക് അവകാശമുണ്ടായിരുന്ന സമയത്ത് ഒരു മന്ത്രിസ്ഥാനം മാത്രം ചോദിച്ചു മേടിച്ചത് ചർച്ചയ്ക്ക് പോയവന്റെ പിടിപ്പുകേട് മാത്രമാണ്. അങ്ങനെയാണ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. എന്നാൽ അത് പിടിപ്പുകേടല്ലെന്നും കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രൊഫസർ N ജയരാജന് മന്ത്രിയാകാതിരിക്കുവാൻ വേണ്ടി ബോധപൂർവം നടത്തിയ നാടകമായിരുന്നുവെന്നുമാണ് അന്നുയർന്ന മറ്റൊരു ആരോപണം. കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായാൽ താക്കോൽ സാനിയന്റെ അപ്രമാദിത്യം നഷ്ടപ്പെട്ടു പോകും. അത് മുന്നിൽ കണ്ടാണ് ഈ കളി കളിച്ചത്. അടുത്ത പാർട്ടി കമ്മിറ്റികൾ ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യങ്ങളുണ്ടാകും.
മറുപടി പറയാൻ കാത്തിരുന്നോണം. പാർട്ടിയിൽ താക്കോൽ സാനിയനും അവന്റെ ശിങ്കിടിയായ റാന്നിക്കാരനും ഒഴികെ മറ്റാരും സ്ഥാനമോഹികളല്ല. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവർക്ക് അംഗീകാരം കിട്ടുവാൻ മറ്റുള്ളവർ രണ്ടും കൽപ്പിച്ച് തേങ്ങ ഉടയ്ക്കും.